പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സുമ്മ അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി. പിന്നീട് അള്ളാഹു അവൻ്റെ ദൂതനും സത്യവിശ്വാസികൾക്കും അവൻ്റെ പക്കൽ നിന്നുള്ള മനസ്സമാധാനം ഇറക്കിക്കൊടുക്കുകയും നിങ്ങൾ കാണാത്ത ചില സൈന്യങ്ങളെ ഇറക്കുകയും സത്യനിഷേധികളെ വിശ്വസിക്കുകയും ചെയ്തു. അതത്തെ സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം. അങ്ങനെ യുദ്ധത്തിൽ അവർ വിജയിപ്പിച്ചു. ഹുനൈൻ യുദ്ധത്തിൽ പ്രവാചകനെയും കൂട്ടിയും അള്ളാഹു വിജയിപ്പിച്ചു കൊടുത്തു. പിന്നെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് മനസ്സമാധാനം ഇറക്കിക്കൊടുത്തു, നല്ല സമാധാനം കിട്ടി. ഹുനൈൻ യുദ്ധവേളയിലാണോ മറ്റ് ബദറിലോ ഉഹുദിലോ ആണോ അറിയില്ല, സഹാബാക്കൾ അവിടെ വാള് കയ്യിൽ നിന്ന് വീണു പോകുമാറ് ഉറക്കം തൂങ്ങിയിരുന്നു. സാധാരണ നമുക്ക് പ്രയാസം വരുമ്പോൾ ഉറക്കം വരില്ല. ഞാനിങ്ങോട്ട് പറഞ്ഞില്ല, പണ്ട് ഞാനൊരു ബേപ്പൂർ കലോത്സവമുണ്ട്, ബേപ്പൂർ ഫെസ്റ്റിന് പോയിരുന്നു. എൻ്റെ ചെറിയ മകൾ ഫറൂഖ് കോളേജിൽ പഠിക്കുകയാണ്, ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ ആ കോളേജ് സംബന്ധമായിട്ട് വളണ്ടിയറായിട്ട് അവൾ പോയിരുന്നു. അപ്പോൾ അവൾ അവിടെ വളണ്ടിയറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ബേപ്പൂർ ഫെസ്റ്റിൽ. അപ്പോൾ എന്തായാലും പോയേ പറ്റും. അപ്പോൾ അവൾ പറഞ്ഞാൽ എന്തായാലും വരണമെന്ന് പറഞ്ഞു. നമ്മൾ പോയേ പറ്റൂ. പറ്റുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, അത് തിരക്കാന്ന് പറഞ്ഞ് ഒഴിവാക്കാം. പക്ഷെ അവിടെ ഉണ്ട്, നിങ്ങൾ വരണിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവളെ കാണാനൊക്കെ അങ്ങനെ പോയി. 2-3 ദിവസം അവിടെ തന്നെ ആയിരുന്നു അവൾ വളണ്ടിയറൊക്കെ ആയിട്ട്. അങ്ങനെ പോയപ്പോഴോ ബ്ലോക്ക് കുടുങ്ങിയ വണ്ടി. എൻ്റെ ഒരു പഴയ വണ്ടിയാണല്ലോ, 2013 മോഡൽ, 10-12 വർഷത്തോളം പഴക്കമുള്ള വണ്ടിയാണല്ലോ. ബ്ലോക്കിൽ ഇങ്ങനെ റേസാക്കി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ബാറ്ററിയൊക്കെ കംപ്ലൈൻ്റ് ആയി, വണ്ടി സൈഡായിപ്പോയി, വണ്ടി സ്റ്റാർട്ടാവാതെ കുടുങ്ങിപ്പോയി. അപ്പോൾ കുടുങ്ങിയപ്പം എനിക്ക് നമ്മളങ്ങനെയൊക്കെ ഓട്ടോസൊക്കെ പിടിച്ച് തിരിച്ചങ്ങോട്ട് വന്നു. കുറച്ച് ബുദ്ധിമുട്ടി, ഭയങ്കര ബ്ലോക്കും, ചെറിയൊരു റോഡ്, ശരിക്കും റോഡും വീതിയുള്ള റോഡൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവച്ചാണ് ഒരു ബേപ്പൂർ ഫെസ്റ്റ് കൊണ്ടുവച്ചത്. കോഴിക്കോട് ബീച്ചിൽ കൊണ്ടുവച്ച് അത്ര തിരക്കുണ്ടാവില്ല. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ ഈദ്ഗാഹൊക്കെ നടത്താറുണ്ടല്ലോ, വലിയ തിരക്കുണ്ടാവില്ല. ഒരു അരമണിക്കൂർ ബ്ലോക്ക് ഉണ്ടാകുന്ന സ്വാഭാവികം, അത് ഉണ്ടാവില്ല. പക്ഷെ ഇത് മണിക്കൂറുകളോളം, ഇത് ഒരു 3 മണിക്കറ്റ ബ്ലോക്ക് തുടങ്ങണം. ഉച്ചക്ക് 2 മണിക്കറ്റ ബ്ലോക്ക് തുടങ്ങിയാണ്. ബ്ലോക്ക് കഴിഞ്ഞ് രാത്രി 11-12 മണിക്കാണ് ബ്ലോക്ക്. അത്രക്കും വലിയ ബ്ലോക്കായി. കാരണം വെച്ചാൽ ഇത്രക്കും ഇപ്പോൾ എല്ലാവർക്കും വാഹനങ്ങളുണ്ടല്ലോ, സെക്യൂരിറ്റി ജീവനക്കാർ മുതൽ എല്ലാവരും വാഹനങ്ങൾ കാറ് വാങ്ങിക്കൂട്ടുകയാണല്ലോ. പണ്ട് ബൈക്ക് മാത്രം എന്തായാലും ഇപ്പം കാറുകൾ, എല്ലാവരും കാറ് വാങ്ങുന്ന ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും എല്ലാവരും കാറെടുത്ത് വന്ന് മൊത്തം ബ്ലോക്കായിപ്പോയി. അങ്ങനെ കാറവിടെ കുടുങ്ങിപ്പോയി. പക്ഷേ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചവിടെ വന്നു. പക്ഷെ വീട്ടിൽ വന്നിട്ട് എനിക്ക് തീരെ ഉറക്കം കിട്ടുന്നില്ല. കാരണം കാറവിടെ കുടുങ്ങിപ്പോയല്ലോ. ഇനിയിപ്പോൾ രാവിലെ പോയിട്ട് എങ്ങനെ എടുക്കുക, മെക്കാനിക്കിനെ കൊണ്ടുപോയി വരേണ്ട, എനിക്ക് എങ്ങനെയായാലും ഉറക്കം കിട്ടില്ല. കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആണ് ഉറങ്ങാറുള്ളത്. വീഡിയോ വെച്ചിട്ടും ഉറക്കം കിട്ടുന്നില്ല. കാരണം അത്രക്കും ടെൻഷനായിപ്പോയി. വാഹനം അവിടെ കുടുങ്ങിപ്പോയല്ലോ എന്നുള്ളത് ബേജാറും. ഫാമിലിയും ബുദ്ധിമുട്ടായി, അവരെ ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ ആ ബേജാറ് ഉറക്കം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമുക്ക് അന്ന് പിന്നെ ഞാൻ രാത്രി 2-3 മണിയായപ്പോൾ എന്ത് ചെയ്തു, വീട്ടിൽ വേറൊരു ബാറ്ററി പെട്ടി ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയി ബൈക്ക് എടുത്ത് പോയി എങ്ങനെയൊക്കെ കാറ് സ്റ്റാർട്ടാക്കി കൊണ്ടുവന്നു. പിന്നെ അല്പം കഴിഞ്ഞപ്പോൾ പോയി ബൈക്ക് എടുത്ത് കൊണ്ടുവന്നു. പിറ്റേന്ന് രാത്രിയാണ് ഉറങ്ങിയത്. കാരണം ഇത് മനസ്സിലൊരു ആദ്യം കുടുങ്ങി കഴിഞ്ഞാൽ അത് ആദ്യം തീരുന്നവരെ നമുക്ക് അതിനെപ്പറ്റിയൊരു ചിന്തയായിരിക്കും. ഞാൻ കേൾക്കുന്ന വീഡിയോ കേട്ടാൽ ശരിക്കും കിടന്ന് ഉറങ്ങിപ്പോകേണ്ട, ഒരു 4 മിനിറ്റ് വീഡിയോ കേൾക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോവാറുണ്ട്. അതത്ര കേട്ടിട്ടും ആ വീഡിയോയിലേക്കല്ല ശ്രദ്ധ, ആ കാറവിടെ കുടുങ്ങിയതും അതെങ്ങനെ എടുക്കണം എന്നൊരു ചിന്തയിലൊക്കെ ആയിപ്പോയി. ഞാൻ പറഞ്ഞത്, നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതന്നെയായിരിക്കും ചിന്ത. പക്ഷെ അതേ സമയം സഹാബാക്കൾ അവർക്ക് പിറ്റേന്ന് യുദ്ധം നടക്കാനുണ്ട്. പിറ്റേന്ന് യുദ്ധത്തിൽ ജീവൻ പോവോ ഒന്നും അറിയില്ല, ഞങ്ങൾ വികലാംഗരാവോ, നമ്മൾ തോൽക്കുകയോ ഒക്കെ ഉണ്ടാവും, പല പ്രശ്നം. പക്ഷെ അതൊരുക്കും അതിനെപ്പറ്റി യാതൊരു ചിന്ത ഉണ്ടായില്ല. സുഖമായിട്ട് ഉറങ്ങാനുള്ളത്. ശരിക്കും അവർ ഉറങ്ങാൻ പാടില്ല.
വാളുമായിട്ട് അവിടെ കാത്തുനിന്ന് ജാഗരൂകരായി നിൽക്കണം. പക്ഷെ ആ സമയത്ത് പോലും ഇവർക്ക് നല്ലവണ്ണം ഉറക്കം വന്നു. അന്ന് ശരിക്കും വന്ന് നല്ലൊരു കിടക്കയും നല്ലൊരു മെത്തയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഉറക്കം വരില്ല സാധാരണ പടയാളികൾക്ക്. കാരണം നാളത്തെ അവസ്ഥ എന്താണെന്ന് പറയില്ല. നാളെ യുദ്ധമാണ്. യുദ്ധത്തിൽ നമ്മൾ ജീവനോടെ ഉണ്ടാവുമോ, നമ്മൾ വികലാംഗരാകുമോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ ടെൻഷൻ പോകാൻ കാരണം ഒരു നല്ല മെത്തയിൽ കിടന്നാലും അവർക്ക് ഉറക്കം കിട്ടിയില്ല. പക്ഷെ ഇവർ ഉറങ്ങുന്നില്ല, നിൽക്കുകയാണ്. നിൽക്കുന്ന സമയത്ത് പോലും ഒരു എല്ലാവരും ഉറക്കം തോന്നി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു സമാധാനം. കാരണം ഇപ്പം ഞാനിപ്പോൾ അടുത്ത് ഇന്നലെയായിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വായിച്ച് നമ്മൾ നല്ലവണ്ണം ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല ബുദ്ധിശക്തി നല്ലവണ്ണം കൂടും. നല്ലവണ്ണം ഉറക്കമുള്ളവർക്ക് പരീക്ഷ നല്ലവണ്ണം എഴുതാൻ കഴിയും. സാധാരണ നമ്മൾ ഉറക്കം വീഴ്ച പഠിക്കാറുണ്ടല്ലോ, അത് ആപത്താണ്. 8 മണിക്കൂർ ഉറങ്ങണം, അല്ലെങ്കിൽ 6 മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങിക്കഴിഞ്ഞാൽ പഠിച്ചെല്ലാം ഓർമ്മയിൽ നിൽക്കും. അതുപോലെ തന്നെ പല മേഖലയിലും ജോലി എടുക്കുന്ന മേഖലയിലൊക്കെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ റെഡി. അവിടെ അവർക്ക് യുദ്ധം വിജയിക്കണമെങ്കിൽ നല്ല ഉറക്കമാണ് വേണ്ടത്. അപ്പോൾ അള്ളാഹു ഉറക്കം കൊടുത്തു. അപ്പോൾ അത്ര ആവശ്യമുള്ളൂ. എന്താണ് വേണ്ടത് അത് കൊടുക്കുക. സൂചി കൊണ്ട് എടുക്കേണ്ട തൂമ്പ കൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സൂചിൻ്റെ ആവശ്യം മതി. അപ്പോൾ അതുപോലെ അവിടെ യുദ്ധം വിജയിക്കുന്ന ഉറക്കം മതി, അത് അള്ളാഹു നൽകി. വേറെ സ്ഥലത്ത് യുദ്ധം വിജയിക്കണ എന്ത് മതി, നല്ലൊരു കാറ്റും കൊടുങ്കാറ്റും അടിച്ചപ്പോൾ പേടിച്ച് അവരും കൊണ്ട് പോയി. വേറെ സ്ഥലത്ത് എന്താണ്, അവരുടെ മനസ്സിൽ ഭീതി ഇട്ട് കൊടുത്തു. മറ്റൊരു സ്ഥലത്ത് എന്താണ്, ഒരു ഉടമ്പടി മാത്രം കൊണ്ട് വിജയിച്ചു അല്ലേ. ഹുദൈബിയ സന്ധി ഉണ്ടായില്ല. ഹുദൈബിയ സന്ധി മൂലം മക്ക വിജയം സാധ്യമാക്കി കൊടുത്തു, യാതൊരു യുദ്ധവും ഇല്ലാണ്ട് അല്ലേ. ഒക്കെ ഇസ്ലാമിനെതിരായിട്ടുള്ള സന്ധികളാണ് അതിലുണ്ടായിരുന്നത്, ഉടമ്പടികളായിരുന്നു അല്ലേ. മുസ്ലിങ്ങൾ തിരിച്ചു വന്നാൽ, ഇസ്ലാം മതം ഉപേക്ഷിച്ച് മക്കയിൽ വന്നാൽ ഖുറൈശികൾ തിരിച്ചെടുക്കും. പക്ഷേ ഖുറൈശികൾ ആരെങ്കിലും ഇസ്ലാമിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ ഇസ്ലാമായി സ്വീകരിക്കരുത്, അവരെ തിരിച്ച് മക്കയിലേക്ക് അയക്കണം. അള്ളാഹു എന്നുള്ള പേര് മാറ്റണം, മുഹമ്മദ് എന്നുള്ള പേര് മാറ്റണം, മുഹമ്മദ് റസൂല എന്നുള്ള പേര് മാറ്റണം, ബിസ്മില്ലാഹി റഹ്മാൻ റഹീം മാറ്റണം. ഒരുപാട് നിബന്ധന ഒക്കെ ഇസ്ലാമിനെതിരെ പ്രവാചകമൊക്കെ അനുവദിച്ചു കൊടുത്തു. എന്നിട്ടും വിജയിച്ചു. അപ്പം ഒരു സന്ധി കൊണ്ട് അള്ളാഹു വിജയിച്ചു അല്ലേ. ഒരു കടലാസ് രേഖ കൊണ്ട് അള്ളാഹു വിജയിപ്പിച്ചു കൊടുത്തു. കാരണം അത് അവർക്ക് തന്നെ വിപത്തായി മാറി. പ്രവാചകൻ ഉപേക്ഷിച്ച ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പ്രവാചകൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ മടക്കി അയച്ചു. അപ്പം അവർക്ക് ഖുറൈശികളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി, കാരണം ഇസ്ലാമിൻ്റെ മാധുര്യം നുകർന്നു ഇനി നമുക്ക് സത്യനിഷേധം ഒരിക്കലും പുൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു, അങ്ങോട്ട് പോയില്ല, ഖുറൈശികളുടെ അടുത്തേക്ക് പോയില്ല. അവർ മക്കയ്ക്കും മദീനയ്ക്കും ഇടയിൽ ഒരു സ്ഥലത്ത് തമ്പടിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരും, അവരും തിരിച്ച് ഇവിടെ വന്ന് തമ്പടിച്ചു. അങ്ങനെ ഒരു സംഘമായി മാറി, ഒരു സമൂഹമായി മാറി. അപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ. അപ്പോൾ അവർ അതിലെ പോകുന്ന കച്ചവട സംഘത്തെ കൊള്ളയടിക്കും. അപ്പോൾ അവർക്ക് വലിയ വിപത്തായി മാറി ഈ കൂട്ടരെ കൊണ്ട്. അങ്ങനെ ഒരു സന്ധി ഉടമ്പടികളൊക്കെ ലംഘിച്ചു. അതിനൊടുക്കം മുസ്ലിങ്ങൾ തന്നെ വിജയിച്ചു. അപ്പോൾ ഒരു യുദ്ധമൊന്നുമില്ലാതെ അള്ളാഹു വിജയിപ്പിച്ചു അല്ലേ. അതുപോലെ തന്നെ അബാബിൽ പക്ഷികളെ കൊണ്ട് അള്ളാഹു വിജയിപ്പിച്ചു. അവിടെ ആ പക്ഷികളുടെ ആവശ്യമുണ്ട്, കാരണം അവിടെ ആരുമില്ല. അബ്രഹത്തിൻ്റെ പട നേരിടാൻ മക്കയിൽ ആരുമില്ല. അതുകൊണ്ട് അള്ളാഹു പക്ഷികളെ അയച്ചു. അപ്പോൾ ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് അള്ളാഹു പ്രതികരിക്കുക. അള്ളാഹുവിൻ്റെ സഹായം വരും. അപ്പം അള്ളാഹുവിൻ്റെ സഹായം ഉൾക്കൊള്ളാൻ മാത്രം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കാൻ തക്കവണ്ണം നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക. ഗണ്ടനും അടകോനും എന്ത് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഉത്തരം നൽകുക. പക്ഷെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം, എങ്കിൽ മാത്രം അള്ളാഹു നമുക്ക് പെട്ടെന്ന് ഉത്തരം നൽകുകയുള്ളൂ അല്ലേ. ഒരു മുതലാളിയുടെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു പരിചാരകൻ എന്ത് ആവശ്യം ചോദിച്ചാലും മുതലാളി കൊടുക്കും. പെട്ടെന്ന് എനിക്ക് ലീവ് വേണം, എടുത്തു എന്ന് പറയും. അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് വിദ്യാഭ്യാസത്തിൽ ഇത്ര ഒരു 1,00,000 രൂപ ആവശ്യമുണ്ട്, മുതലാളി കൊടുക്കും. എന്ത് ചോദിച്ചാലും കൊടുക്കും. കാരണം അത്രക്കും വേണ്ടപ്പെട്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. വേറെ മുതലാളി പറഞ്ഞൊക്കെ എതിരാ ചെയ്യുക, കൃത്യമായിട്ട് വരില്ല, ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു വെക്കും, തരം കിട്ടിയ മുതലാളിനെ കുറ്റം പറയും. ഇങ്ങനെയുള്ള ഒരാൾ മുതലാളി സഹായം ചോദിച്ചാൽ മുതലാളി കൊടുക്കില്ല.
നിരസിക്കും. എന്തിനാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് ചോദിച്ച് ഒക്കെ നിരസിക്കും. അപ്പോൾ അതുപോലെ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോഴേക്കും അള്ളാഹു നൽകുന്ന രൂപത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കുക. അള്ളാഹു ചെയ്യേണ്ടതായ ആരാധന കൃത്യമായി നിർവഹിക്കുക, നിഷ്കളങ്കമായി ചെയ്യുക. മനസ്സിലായി? ഒന്നും ആഗ്രഹിക്കാതെ, സ്വർഗം മോഹിക്കാതെ, ഹൂറികളെ മോഹിക്കാതെ, സ്വർഗത്തിലെ കള്ളിനെ മോഹിക്കാതെ, യാതൊന്നും മോഹിക്കാതെ ഋജുമാനസനായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് എടുക്കുക, മുത്തക്കിയായി മാറുക. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ എന്ത് പ്രാർത്ഥന ആവശ്യപ്പെട്ടാലും അള്ളാഹു നമുക്ക് നൽകും. അങ്ങനെ യഥാർത്ഥ മുത്തക്കീങ്ങളിലും യഥാർത്ഥ നിഷ്കളങ്കന്മാരിലും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ.